ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഈ അരിയൊക്കെ അരച്ചിട്ട് ഒരു ഇഡ്ഡലി ഉണ്ടാക്കാൻ പോവാണ്. സാമ്പാറൊക്കെ ഇട്ട് ഉഗ്ര ഇഡ്ഡലി ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ ഇതാണ്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ഇളക്കുവാണ്. അപ്പോൾ ഇതിനി ഇങ്ങനെ ആ സാധനത്തിലിട്ടിട്ട് ആ സ്റ്റീൽ പോലത്തെ സാധനത്തിലിട്ടിട്ട് അങ്ങനെ ഇഡ്ഡലി ആക്കി മാറും. എന്നിട്ട് ഉഗ്ര സാമ്പാർ കൂട്ടി കഴിക്കും. സൂപ്പർ. വാ അരക്കാം. ഇതിന് 8 hours ഫെർമെന്റിന് വെക്കും. അതുകൊണ്ട് ടു ബി കണ്ടിന്യൂഡ്. ബാക്കി പിന്നെ കാണിക്കാം. ബൈ ഗായ്സ്. ഹായ് ഗായ്സ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി വെച്ച് മാവ് ഫെർമെന്റ് ആയി നന്നായിട്ട്. ഇനി നമ്മൾ ഉപ്പൊക്കെ ഇട്ട് അടക്കാൻ പോവാണ്. നമ്മൾ ഇളക്കാൻ പോവാണ് ഗായ്സ്. നന്നായിട്ട് ഇങ്ങനെ ഐസ്ക്രീം പോലെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഗായ്സ് ഞാൻ ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സാധനത്തിൽ ഓയിലെല്ലാം തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ചെടുത്ത് 1 by 1 ആയിട്ട് ഒഴിച്ച് അങ്ങനെ ഫ്രൈ ചെയ്യുന്ന ഉഗ്രനാക്കും. സ്റ്റീം ചെയ്ത് ഗായ്സ്, എനിക്ക് ഇതിന് കുറച്ച് പേടിയുണ്ട്. ഓയിലെല്ലാം തേച്ച് ഞാൻ ഓൾറെഡി വെച്ചതായിരുന്നു. അങ്ങനെ ഞാൻ കരുതി ഇന്നലെ ഞാൻ ഒരു കുഞ്ഞു ചപ്പാത്തി ഉണ്ടാക്കുന്നത്, പക്ഷെ അതിനെക്കാട്ടും നല്ലത് ഇതാ അല്ലേ. അങ്ങനെ ഇനി നെക്സ്റ്റ് മോൾഡ്. അയ്യോ, എനിക്ക് പേടിയാക്കുന്നു. അപ്പോൾ ഗായ്സ്, ഇത് ഞാൻ ഫുള്ള് ഫില്ല് ചെയ്തിട്ട് പിന്നെ കാണിക്കാം. അപ്പം ടു ബി കണ്ടിന്യൂഡ്. ബൈ. ഹായ് ഗായ്സ്, അപ്പം നമ്മൾ പിന്നെ ഇങ്ങോട്ട് വരുവാണ് കണ്ടിന്യൂഡ്. അപ്പോൾ ഞാനിതെല്ലാം ഈ ലിഡിൽ വെച്ചിട്ട് ഞാൻ താണ്ട് ഈ ലിഡ് വെച്ച് അതാണ് ഇപ്പം നന്നായിട്ട് പൊരി വന്നിട്ട് ബാക്കി ഞാൻ പിന്നെ കാണിക്കാം. അപ്പോൾ ടു ബി കണ്ടിന്യൂഡ്. ഹായ് ഗായ്സ്, അപ്പം ഇവിടെ നമ്മൾ കുറച്ച് ഇഡലികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചമ്മന്തിയും സാമ്പാറും ഉഗ്രനായിട്ട് റെഡിയാണ്. ഇവിടെ കുറച്ച് ഇഡലി ചൂടാരംഭിച്ചിട്ടുണ്ട്. ഞാൻ എടുക്കാൻ നോക്കുമായിരുന്നു. നന്നായിട്ട് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഉഗ്രനായിട്ട് ഇതും കൂട്ടി കഴിക്കും. ഇവിടെ ഇഡലി ഉണ്ടാക്കിയിട്ട് കഴിക്കുവാണ്. നല്ല ഉഗ്രൻ ഇഡലി, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഫ്ലേവർ നന്നായിട്ടുണ്ട്. അപ്പം ചമ്മന്തി ഈ സാമ്പാറും ഇഡ്ഡലി കഴിക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. വൈറ്റ് സോഫ്റ്റ്. ഓക്കെ, ബൈ.